കടമെടുപ്പ് പരിധിയുടെ കാര്യത്തിൽ പിന്നെ നമ്മുടെ സംസ്ഥാനത്തോടൊക്കെ കാണിക്കുന്നൊരു സമീപനമുണ്ട്. അത് ഞാൻ പറയാം. ഇപ്പം കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും പേരിൽ ഒരു വർഷം 4730 കോടി രൂപ ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മളത് വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ 4730 കോടി രൂപ ആകെ നമുക്ക് പ്രാക്ടിക്കലി കിട്ടുന്നത് 10, 36,000, 35,000, 40,000 കോടി താഴെയാണല്ലോ. ഇതൊക്കെ 3% അടുപ്പിച്ചല്ലേ കിട്ടുക. അതിനകത്ത് ഇപ്പം തന്നെ കിഫ്ബിയുടെ പേരിൽ 4730 കോടി രൂപ ഒരു വർഷം വെട്ടി ചെയ്യുന്നുണ്ട്. ഞാൻ കണ്ടിന്യൂസ് ഇവരെടുക്കുന്ന സമീപനങ്ങളുടെ ഒരു ക്രോണോളജിക്കൽ ഓർഡർ പറയാം. ഇതിനകത്ത് ഓരോ ഘട്ടത്തിലും ഓരോ തരത്തിലും ഇങ്ങനെ വെട്ടിക്കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടുകൾ എടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ആദ്യത്തെ വർഷം 2017 അവർ പറഞ്ഞു പബ്ലിക് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പബ്ലിക് അക്കൗണ്ടും അതായത് ട്രഷറി കിടക്കുന്ന പണവും കൂടി നിങ്ങളുടെ ബോറോയിങ്ങിൽ വരും. അപ്പോൾ ട്രഷറിയിൽ കിടക്കുന്ന പണം സാധാരണ നേരത്തെ ബോറോയിങ് വരില്ല, അത് വരുത്തി അത് കുറച്ചു. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആദ്യത്തെ വർഷം, ഈ ഗവൺമെൻറ് ആദ്യത്തെ വർഷം PF-ൽ 10-20,000 കോടി രൂപയായിരുന്നു ക്രെഡിറ്റ് ചെയ്തത്. പഴയ DA കുടിശ്ശിക, പഴയ 5 വർഷക്കാലത്തെ ഗവൺമെൻറ്റിൻ്റെ ഓരോ കുടിശ്ശികയായിരുന്നു. അപ്പോൾ ആ 20,000 കോടി ഉൾപ്പെടെ വലിയ തോതിൽ എല്ലാം വെട്ടിക്കുറച്ചു. അപ്പോൾ ആദ്യമേ നേരത്തെ 2017 മുതലാണ് ഈ പബ്ലിക് അക്കൗണ്ടിൻ്റെ വെട്ടിക്കുറക്കാൻ തീരുമാനിച്ചത്. അതിനുശേഷം അവർ പറഞ്ഞു കിഫ്ബിയുടെയും 12,000 ചില്ലാനം കോടി രൂപ കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും പേരിൽ വെട്ടിക്കുറച്ചു. അത് 4 വർഷത്തേക്ക് മാറ്റി തന്നു. അങ്ങനെ 4730 കോടി രൂപയാണ് ഈ വർഷം വെട്ടിക്കുറച്ചത്. ഓൾറെഡി കുറച്ചു, ഞങ്ങളത് അഡ്ജസ്റ്റ് ചെയ്തു, കുറച്ചു. ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ പിന്നെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററെ ഞങ്ങൾ കണ്ടതിനകത്ത് ഞങ്ങൾ റിക്വസ്റ്റ് വെച്ചു, ഈ 4700 ഇങ്ങനെ വെട്ടിക്കുറയ്ക്കുന്നില്ല, നിങ്ങൾ അപ്പോൾ ഒന്ന് മാറ്റാതെ അടുത്ത വർഷത്തേക്ക് മാറ്റല്ലേ, ഞങ്ങൾ തരാം. അത് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ അത് കുറച്ചു. പിന്നീട് അവർ ഈ വർഷം ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. GRF, ഈ ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ട് 3300 കോടി രൂപ ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ വർഷത്തെ ബോറോയിങ് കുറച്ചു. അപ്പോൾ 4730 പ്ലസ് 3300. നേരത്തെ അങ്ങനെ ഒരു നിയന്ത്രണമില്ല. അപ്പം നമ്മുടെ പിന്നെ നിങ്ങൾ ശബ്ദം സൗണ്ട് പ്രശ്നം നിങ്ങളെ മേളിൽ പറഞ്ഞാൽ മതി കേട്ടോ, ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. അല്ല, ഞാൻ പറഞ്ഞ 5 ഗ്യാരണ്ടി തുകയുടെ 5% നിങ്ങളൊരു ഫണ്ട് ഉണ്ടാക്കണമെന്ന് റിസർവ് ബാങ്ക് പറഞ്ഞു. റിസർവ് ബാങ്ക് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവർ ഒരുമിച്ച് ചെയ്യാൻ പറഞ്ഞില്ല, അത് ഓരോ ശതമാനമൊക്കെ ആവാം. ഞങ്ങൾ പറഞ്ഞു ഒറ്റയടിക്ക് ചെയ്യാതെ 3300 ഒറ്റയടിക്ക് ചെയ്യാതെ. ഓൾറെഡി 4730 ഞങ്ങളെ കട്ട് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ 3300 വരുന്നു. അതുകൂടാതെ സുപ്രീം കോടതി പോയ സമയത്ത് ഞങ്ങൾക്ക് അനുവദിച്ച 1822 കോടി ഉണ്ടായിരുന്നു. പഴയൊരു കാൽക്കുലേഷൻ കിട്ടണ്ട. സുപ്രീം കോടതി കേസ് എന്നപ്പോൾ അന്ന് കേന്ദ്ര ഗവൺമെൻറ് അത് തന്നു. ഈ വർഷം ഞാൻ പറഞ്ഞ റണ്ണിങ് ഫിനാൻഷ്യൽ ഇയറിൽ അതും പിടിച്ചു. അപ്പോൾ എത്രയായി? 10,000 കോടിയായി. ഈ വർഷത്തെ അതർവൈസ് എലിജിബിൾ ആയിട്ടുള്ള ബോറോയിങ്ങിൽ നിന്നും 10,000 കോടി ഈ വർഷം പിടിച്ചു കഴിഞ്ഞു. അതിൻ്റെ കൂടെ കഴിഞ്ഞ വർഷം IGST പൂളിൽ കേന്ദ്ര ഗവൺമെൻറ് കാൽക്കുലേറ്റ് ചെയ്തപ്പോഴത്തേക്ക് ചില തെറ്റ് വന്നു. ഞങ്ങൾ കേരളം ആദ്യത്തോടെ പറയുന്നുണ്ട് IGST പൂളിന് വേണ്ടത്ര കേരളത്തിന് കിട്ടുന്നില്ല, IGST കാൽക്കുലേഷൻ കറക്റ്റല്ല. പക്ഷേ സെൻട്രൽ പൂളിൽ നിന്ന് 36,000 കോടി രൂപ എങ്ങനെയോ കുറവ് വന്നു എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് അടക്കം കേരളം അടക്കമുള്ളവർക്ക് കുറച്ചു 965 കോടി രൂപ IGST പൂളിൻ്റെ പേരിൽ ഞങ്ങൾക്ക് കുറവ് വരേണ്ടതല്ല നമുക്കറിയാം. ആ 965 കോടി രൂപയും കൂടെ കുറച്ചു. ഇത്രയും ഈ വർഷം കുറച്ചതാണ്. അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ 5,900 കൂടെ കുറയ്ക്കുന്നത്. 5,900 പറയുന്നത് നിങ്ങൾ നേരത്തെ 3 വർഷം മുമ്പ് പിന്നെ AGയുടെ കണക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് ഇത്രയും കാലം പറഞ്ഞിട്ടില്ല, ഇപ്പോഴാണ് പറയുന്നത്. ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങിൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ട് പഴയത് എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനീ പറഞ്ഞ 17,000 കോടി ഈ വർഷം കിട്ടേണ്ട ഫണ്ടിൽ നിന്ന് പല കാര്യം പറഞ്ഞ് 17,000 കോടിയാണ് ഒരു വർഷം പോകുന്നത്. ഈ വർഷം മാത്രം എങ്ങനെയാണ് 17,000 കോടി ഇതോടെ വരുമ്പോൾ, ഈ 5,900 വരുമ്പോൾ? നമ്മളിതൊന്നും ആവശ്യമില്ലാതെ എപ്പോഴും സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിനകത്ത് ഞങ്ങൾ ഈ കാര്യങ്ങൾ പോയി പറയുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ എല്ലാ പരിധിക്കും അപ്പുറം ഉള്ള കാര്യത്തിലേക്കാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഈ 5,900 കോടി കൂടെ വന്നേക്കുന്നത്. അതെ, നമ്മുടെ OMB എന്നാണ് പോകുന്നത്. OMB-ൻ്റെ സ്പേസ് കുറയ്ക്കുന്നതാണിത്. അപ്പോൾ അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ തൊഴിലുറപ്പിൻ്റെ മാത്രം എടുത്താൽ 2,000-2,500 കോടി വരത്തില്ലേ അടുത്ത വർഷം കുറവ് വരുന്നത്? അപ്പോൾ സ്റ്റേറ്റുകൾ എങ്ങനെ പോകും? എങ്ങനെയാണ് ഈ കോപ്പറേറ്റീവ് ഫെഡറലിസം? ഇത് യൂണിലാറ്ററലായിട്ട് ആരെങ്കിലും ഡിക്റ്റേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് സ്റ്റേറ്റുകളൊന്നും പോകാൻ പറ്റില്ല. വെതർ ഞാനാണോ വേറൊരാളാണോ എന്നുള്ളതല്ല പ്രശ്നം. ഫിനാൻസ് മിനിസ്റ്റർ ഗവൺമെൻറ് LDF ഗവൺമെൻറ് ആണോ UDF ഗവൺമെൻറ് ആണോ അതല്ല പ്രശ്നം. സ്റ്റേറ്റുകൾക്കൊക്കെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, സ്റ്റേറ്റുകൾക്കൊക്കെ വ്യക്തിത്വമുണ്ട്, സ്റ്റേറ്റുകൾക്കൊക്കെ അവരുടെ ഫിനാൻഷ്യലായിട്ടുള്ള റൈറ്റ് ഉണ്ട്. അതിനൊക്കെ അപ്പുറമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യവും മേളിൽ നിന്ന് ഡിക്റ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്ന കാര്യം ശരിയല്ല. അതാണ് അതിൻ്റെ പ്രശ്നം.